നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിർമ്മാതാവ് സുരേഷ് കുമാർ പൊട്ടിച്ച ബോംബിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് മലയാള സിനിമാ ലോകം. ആരാണ് ശരി, ആരാണ് തെറ്റ് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു. തലസ്ഥാനം നായർ ലോബിയിലെ ഒരാളാണ് സുരേഷ് കുമാർ. കിരീടപുണ്ണി, MG ശ്രീകുമാർ, പ്രിയദർശൻ, നെടുമുടി വേണു, മോഹൻലാൽ എന്നിവരൊക്കെ അടങ്ങിയ സിനിമാ ലോകം. അതിൽ നിന്ന് മോഹൻലാലിനെ ആന്റണി പെരുമ്പാവൂർ അടർത്തിക്കൊണ്ട് കൊച്ചിയിലേക്ക് പോയി. പണ്ട് തിരുവനന്തപുരം ലോബിയുടെ ഭാഗമായിരുന്നപ്പോൾ മോഹൻലാലിന് വലിയ നീക്കിയിരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആന്റണി ലാലിനെ കച്ചവടം പഠിപ്പിച്ചു. ആ ചുരുക്ക് സുരേഷ് കുമാറിനുണ്ട്. അതുകൊണ്ടാണ് ആന്റണി പെരുമ്പാവൂരിനോട് ഇത്ര ചൊറിച്ചിൽ. ഇതാണ് മോഹൻലാലിനും പെരുമ്പാവൂരിനും വേണ്ടി വാദിക്കുന്നവർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിടുന്നത്. ഇതിലെത്രമാത്രം വാസ്തവമുണ്ട്? എന്നാൽ സുരേഷ് കുമാർ കൊളുത്തിയ തീ ഒരു സംഘിത്തീയല്ല എന്ന് വ്യക്തമാക്കുകയാണ് സിയാദ് കോക്കർ അടക്കമുള്ളവർ. പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ അടക്കം നിരവധി പേർ സുരേഷ് കുമാറിന് പിന്തുണയുമായി എത്തി. അസോസിയേഷൻ മീറ്റിംഗിൽ അന്ന് പങ്കെടുത്തത് B. ഉണ്ണികൃഷ്ണനും സിബി മലയിലും അടക്കമുള്ളവരാണ്. അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. അതാണ് സുരേഷ് കുമാർ വെട്ടിത്തുറന്നു പറഞ്ഞത്. മലയാള സിനിമയെ നടുക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് സുരേഷ് കുമാർ പച്ചയ്ക്ക് ആദ്യം തുറന്നു പറഞ്ഞത്. മനോരമ ന്യൂസ് ചാനലിന് സുരേഷ് കുമാർ നൽകിയ ഒരു അഭിമുഖം. അതിൽ ഓഫ് റെക്കോർഡായി ചില കാര്യങ്ങൾ സുരേഷ് കുമാർ ചാനൽ അവതാരകനോട് പറഞ്ഞു. സുരേഷ് കുമാറിനോട് വ്യക്തിപരമായ സംഭാഷണത്തിൽ ആന്റണി പെരുമ്പാവൂർ ഒരു ദിവസം പറഞ്ഞിരുന്നു, എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ഇതുവരെ തനിക്ക് മുടക്ക് വന്നത് 141 കോടി. ഇനി മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ശമ്പളം കൊടുത്തു തീർക്കാനുണ്ട്. അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടി വരുന്ന മുതൽ മുടക്ക് അത് കനത്തതായിരിക്കും. ഇത് വിശ്വസിച്ച സുരേഷ് കുമാർ മനോരമ ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞു. അത് ഓഫ് റെക്കോർഡായി അദ്ദേഹം സംസാരിച്ചതാണ്. ഈ 141 കോടിയൊക്കെ മുടക്കി എമ്പുരാൻ എന്ന സിനിമ പുറത്തിറങ്ങിയാൽ അത് എത്രമാത്രം വിജയിക്കുമെന്ന ഭീതിയാണ് സുരേഷ് കുമാർ പങ്കുവച്ചത്. മനോരമ ചാനൽ അത് സംപ്രേക്ഷണം ചെയ്തു. പെട്ടെന്ന് തന്നെ ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ളവർ സുരേഷ് കുമാറുമായി ബന്ധപ്പെട്ടു. താൻ ഓഫ് റെക്കോർഡായി പറഞ്ഞതാണ്, അത് പിൻവലിക്കണമെന്ന് മനോരമയോട് സുരേഷ് കുമാർ ആവശ്യപ്പെട്ടു. മനോരമ അത് പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ ആന്റണി പെരുമ്പാവൂർ ഈ ചുരുക്ക് വെച്ച് ഫേസ്ബുക്കിലൊരു കാച്ചി. ഇതിനെ തുടർന്ന് പരസ്പരം ചേരിതിരിഞ്ഞ് പോർവിളി. ആന്റണി പെരുമ്പാവൂരിന് പിഴച്ചതെവിടെയാണ്? എമ്പുരാൻ എന്ന സിനിമയ്ക്ക് വെറും 90 കോടി രൂപ മുതൽ മുടക്കേ ഉള്ളൂ എന്ന് രഹസ്യമായി പലരോടും പൃഥ്വിരാജ് ഈ അടുത്ത കാലത്ത് പറഞ്ഞിരുന്നു. 141 കോടിയൊക്കെ വെറും തള്ളു മാത്രമാണ്. മോഹൻലാലിൻ്റെ ശമ്പളമടക്കം 90 കോടി രൂപയ്ക്കാണ് എമ്പുരാൻ പൂർത്തിയാക്കുന്നതെന്നായിരുന്നു പൃഥ്വിരാജിൻ്റെ രഹസ്യം പറച്ചിൽ. ഇവിടെയാണ് നമ്മൾ ആന്റണി പെരുമ്പാവൂരിൻ്റെ സിനിമാ പിടുത്ത ശൈലി തിരിച്ചറിയേണ്ടത്. അതാണ് ആന്റണി പെരുമ്പാവൂർ നേരത്തെ 141 കോടി എന്നൊക്കെ പറഞ്ഞ് തള്ളാനുള്ള കാരണവും. ആന്റണി പെരുമ്പാവൂർ സിനിമാ നിർമ്മാണത്തിൽ ഒരു ഏജന്റ് മാത്രമാണ്. മോഹൻലാലിൻ്റെ ഡേറ്റ് കാലാകാലങ്ങളായി ആന്റണി പെരുമ്പാവൂരിന് മാത്രമാണ് കൂടുതൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ പടങ്ങളൊക്കെ ആന്റണി അങ്ങ് നിർമ്മിക്കും. ലാഭത്തിൻ്റെ ഒരു വിഹിതം അത് ലാലിന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് മോഹൻലാലിനും ഏറെക്കുറെ സേഫ് ഗെയിം തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ. ആന്റണിയോട് ചേർന്ന് നിൽക്കുന്ന ചില കോ പ്രൊഡ്യൂസർമാരുണ്ട്. അവരിൽ നിന്ന് വൻതുക വാങ്ങി സിനിമാ നിർമ്മാണമൊക്കെ അങ്ങ് പൂർത്തിയാക്കും. കണക്കുകൾ പലതും പെരുപ്പിച്ചു കാട്ടിയാവും ഇത്തരം നിർമ്മാണമെന്ന് സിനിമാ മേഖലയിൽ ഇവരുമായി അടുപ്പമുള്ളവർ പറയുന്നു. പണം നഷ്ടപ്പെട്ടാലും പ്രൊഡ്യൂസർമാർക്ക് പോകും. മോഹൻലാലിൻ്റെ ശമ്പളമൊക്കെ കൃത്യമാണ്. ലാഭം കിട്ടിയാൽ അതിൻ്റെ വിഹിതം ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും ചേർന്ന് പങ്കിട്ടെടുക്കും. ഇതിനിടയിലാണ് ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന വമ്പൻ കമ്പനിയെ ആശീർവാദ് സിനിമാസിന് ലഭിക്കുന്നത്. 2014 MR മുരുകദോസ് സംവിധാനം ചെയ്ത് വിജയ് നായകനായി എത്തിയ കത്തി എന്ന സിനിമയിലൂടെ നിർമ്മാണ രംഗത്തെത്തിയ ലൈക്ക പ്രൊഡക്ഷൻസ്. തുടർന്ന് വലിയ വിജയമായിരുന്നു അവർക്ക് തമിഴിൽ ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്ന് കോടികൾ കൊയ്ത് അവർ ചെന്നൈ അടക്കി ഭരിച്ചു. എന്നാൽ അടുത്ത കാലത്ത് ലൈക്ക പ്രൊഡക്ഷൻസ് കൂപ്പുകുത്തുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. ചന്ദ്രമുഖി 2, മിഷൻ ചാപ്റ്റർ 1, ലാൽ സലാം, ഇന്ത്യൻ 2, വേട്ടയ്യൻ എന്ന സിനിമകളൊക്കെ ലൈക്കയുടേതായി പുറത്തു വന്നു. പക്ഷേ അവയൊന്നും വേണ്ടത്ര വിജയിച്ചില്ല. ഈ സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തിയതോടെ ലൈക്ക പ്രൊഡക്ഷൻസിനും കഷ്ടകാലം തന്നെ. തുടർന്നായിരുന്നു പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ കരാറിൽ അവർ എത്തപ്പെട്ടത്. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് വൻതുക ലൈക്ക പ്രൊഡക്ഷൻസിൽ നിന്ന് വാങ്ങിയെടുക്കാനുള്ള കരുനീക്കങ്ങൾ ആന്റണി പെരുമ്പാവൂരും കൂട്ടരും നടത്തി. അതാണ് ഈ പെരുക്കപ്പട്ടിക കാട്ടിയുള്ള കണക്കുകൾ എന്ന് സിനിമാ ലോകത്തുള്ളവർ അടക്കം പറയുന്നു.
സുരേഷ് കുമാറിന്റെ വെളിപ്പെടുത്തലിൽ ഇത് വലിയ വിവാദമാക്കുകയും ഇക്കാര്യം ലൈക്ക പ്രൊഡക്ഷൻസ് മനസ്സിലാക്കുകയും ചെയ്തു. അതാണ് ആന്റണി പെരുമ്പാവൂരിനെ ഇത്രയധികം ക്ഷോഭിപ്പിച്ചത്. മലയാള സിനിമ തകർച്ചയുടെ വക്കിലെന്ന് വ്യക്തമാക്കുകയായിരുന്നു സുരേഷ് കുമാർ തന്റെ അഭിമുഖത്തിലൂടെ. പല നിർമ്മാതാക്കളും നാടുവിട്ടു പോകേണ്ട സാഹചര്യത്തിലാണ്. ജനുവരി മാസം മാത്രം കേരളത്തിൽ സിനിമാ നിർമ്മാണത്തിൽ 110 കോടിയുടെ നഷ്ടം എന്ന വെളിപ്പെടുത്തലാണ് ആന്റണി പെരുമ്പാവൂരിനെ പോലെയുള്ളവരെ ഇത്രയധികം ചൊടിപ്പിച്ചത്. മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിന്റെ 10 ഇരട്ടിയാണ് താരങ്ങൾ ഇപ്പോൾ പ്രതിഫലമായി വാങ്ങുന്നത്. സുരേഷ് കുമാർ ഇക്കാര്യങ്ങൾ പച്ചയ്ക്ക് പറയുമ്പോൾ അതിൽ വാസ്തവമുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രമുഖ സംവിധായകനായ ഭദ്രൻ മാട്ടേൽ ഈ അടുത്ത കാലത്ത് മോഹൻലാലിനെ സമീപിച്ച് തൻ്റെ ഒരു സിനിമ സ്വപ്നം പങ്കുവച്ചു. എന്നാൽ മോഹൻലാൽ ഭദ്രനോട് ചോദിച്ചത് 25 കോടി പ്രതിഫലമാണ്. സ്ഫടികമൊക്കെ എടുത്ത് മോഹൻലാലിനെ മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ കുടിയിരുത്തിയ ഭദ്രൻ അന്തം വിട്ടുപോയി. 25 കോടി മോഹൻലാലിന് കൊടുത്ത് സിനിമ പുറത്തിറങ്ങുമ്പോഴേക്ക് ഏകദേശം 75 കോടി ചിലവ് വരും. ഒരുപക്ഷെ സിനിമ പരാജയപ്പെട്ടാൽ അത് പ്രൊഡ്യൂസറുടെ നാശത്തിൽ ചെന്ന് അവസാനിക്കും. ഭദ്രൻ പിൻവലിഞ്ഞു. മേപ്പടിയാൻ എന്ന സിനിമയ്ക്ക് 40 ലക്ഷം പ്രതിഫലം വാങ്ങിയ ഉണ്ണി മുകുന്ദൻ മാർക്കോയുടെ വിജയത്തിന് ശേഷം പ്രതിഫലം നേരെ 5 കോടി വരെയാക്കി. മാർക്കോയ്ക്ക് ഉണ്ണി മുകുന്ദൻ വാങ്ങിയ പ്രതിഫലം 2 കോടി. ഇതുപോലെയാണ് മിക്ക നടന്മാരും ഒരൊറ്റ സിനിമ വിജയിച്ചാൽ പിന്നെ കോടികളുടെ പെരുക്കപ്പട്ടിക ഉയർത്തുന്നത്. ടൊവിനോ തോമസ് ഒക്കെ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് 5 കോടിയാണ്. എന്നാൽ ടൊവിനോയെ തികഞ്ഞ അഹങ്കാരിയായി ഇപ്പോൾ നിർമ്മാതാക്കൾ മുദ്രകുത്തി. ടൊവിനോ തോമസ് അഭിനയിച്ച ഐഡന്റിറ്റി എന്ന സിനിമ യഥാർത്ഥത്തിൽ മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്തത് 3.5 കോടി. സിനിമയ്ക്ക് വേണ്ടി വന്ന മുതൽ മുടക്ക് 40 കോടിയിൽ പരം. നിർമ്മാതാവിന്റെ ട്രൗസർ കീറി എന്ന് പറയുന്നതിൽ അതിശയമില്ല. ഇവിടെയാണ് ചില മലയാള നടന്മാരുടെ വിരുദ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിവുള്ള പുതിയ പിള്ളേർ ഒരുപിടി സിനിമാ സ്വപ്നങ്ങളുമായി സിനിമാ ലോകത്തുള്ള നടീനടന്മാരെ സമീപിക്കും. നടന്മാർ അവരുടെ അടുക്കൽ നിന്ന് കഥ വാങ്ങി ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കും. നല്ല ഉശിരൻ കഥയാണ്, ഓടാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ നടന്മാർ തന്നെ അങ്ങ് പ്രൊഡ്യൂസറുടെ കുപ്പായമിടും. പിന്നീട് കോ പ്രൊഡ്യൂസർമാരെ തേടിയുള്ള നടത്തമാണ്. പ്രൊഡ്യൂസറായ നടന് ഉടനെ പണം കൊടുക്കേണ്ട. തിയേറ്ററിൽ നിന്നുള്ള ആദ്യ കളക്ഷൻ അയാൾ എടുത്തുകൊള്ളും. പകരം കോ പ്രൊഡ്യൂസർക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന രണ്ടാമത് വരുമാനവും OTT സാറ്റലൈറ്റ് വരുമാനവും ഒക്കെ നൽകാം എന്ന കരാർ. ഏതെങ്കിലും വിധത്തിൽ സിനിമ കുറേയെങ്കിലും തിയേറ്ററുകളിൽ ഓടിച്ച് നടൻ തൻ്റെ പ്രതിഫലം വാങ്ങിയെടുക്കും. പ്രതിഫലം മാത്രമല്ല, ലാഭമടക്കം. കോ പ്രൊഡ്യൂസറായി വരുന്ന ഈ നിർമ്മാതാക്കളുടെ അന്ത്യം തന്നെ. 2024 ഡിസംബർ 31 വരെ കേരളത്തിൽ വിജയിച്ചു എന്ന് പറയാവുന്നത് ഏകദേശം 24 ചിത്രങ്ങൾ മാത്രം. ഇതിൽ 12 എണ്ണവും ടെക്നീഷ്യന്മാരോ അല്ലെങ്കിൽ നടന്മാരോ നേരിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയവയാണ്. ഇവിടെ നമ്മൾ ആന്റണി പെരുമ്പാവൂരിൻ്റെ വാക്കുകളുടെ വൈരുദ്ധ്യം മനസ്സിലാക്കുക. ഇന്ത്യയിൽ ഏറ്റവും താരമൂല്യമുള്ള ഒരു നടനെ കുത്തകയാക്കി തനിക്ക് ലഭിക്കുന്ന ആന്റണി പെരുമ്പാവൂർ ആ സൗകര്യം ഉപയോഗിച്ചാണ് എപ്പോഴും സിനിമാ നിർമ്മാണം നടത്തുന്നത്. എന്നാൽ സാധാരണ നിർമ്മാതാക്കൾ പുതിയ നടന്മാരെയും ബാക്കിയുള്ള നടന്മാരെയും ഒക്കെ വെച്ച് വലിയ പരീക്ഷണങ്ങൾ നടത്തുന്നു. മിക്കതും തകർന്നടിയുന്നു. ഈ നിർമ്മാതാക്കൾക്ക് കൃത്യമായൊരു ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടെത്താൻ പാട്. അതിലപ്പുറം OTT സാറ്റലൈറ്റ് സാധ്യതകളൊക്കെ കണ്ടുപിടിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. ഇവിടെ അവർ തകർന്നടിയുന്നു. നിർമ്മാതാവിൻ്റെ കുപ്പായമിട്ട് കഴിഞ്ഞാൽ മിക്ക നടന്മാരുടെയും അടുത്ത പണി ചാക്കിൽ കെട്ടി പണവുമായി വരുന്ന ഒരു സഹനിർമ്മാതാവിനെ കണ്ടെത്തുകയാണ്. പിന്നെ അവനെ ഓരോ പെരുക്കപ്പട്ടികയുള്ള കണക്ക് കാട്ടി വരുതിയിലാക്കി അവൻ്റെ പണം മുഴുവൻ പിടുങ്ങും. ഇത്തരത്തിൽ നിർമ്മാണം വല്ലവൻ്റെയും ചുമലിൽ വച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളങ്ങ് പൂർത്തിയാക്കും. ഇതൊരു വലിയ അധോലോക സംവിധാനമായി മാറിയിരിക്കുന്നു, പ്രത്യേകിച്ച് കൊച്ചി കേന്ദ്രീകരിച്ച്. കഴിഞ്ഞ കുറേ പടങ്ങൾക്ക് വലിയ വിജയങ്ങൾ ലഭിച്ചുവെങ്കിലും ആസിഫ് അലി തൻ്റെ പ്രതിഫലമൊന്നും കുത്തനെ ഉയർത്തിയില്ല. ഒരു സിനിമയ്ക്ക് ആസിഫ് അലി ചോദിക്കുന്നത് 2 കോടി മാത്രമാണ് പ്രതിഫലം. എന്നാൽ ഷെയ്ൻ നിഗത്തിൻ്റെയും ശ്രീനാഥ് ഭാസിയുടെയും ഒക്കെ ആർത്തി കാണുമ്പോൾ മലയാള സിനിമ നിർമ്മാതാക്കൾ അമ്പരന്ന് പോകും. ഹിറ്റ് പടങ്ങൾ നിർമ്മിക്കുകയും അഭിനയിക്കുകയും ചെയ്യുന്ന ഫഹദ് ഫാസിൽ ഇപ്പോൾ ചോദിക്കുന്നത് 7 കോടി രൂപ. മമ്മൂട്ടി ഫലത്തിൽ 15 കോടി മാത്രമേ നിർമ്മാതാക്കളോട് ചോദിക്കൂ. പക്ഷേ വിദേശ റൈറ്റൊക്കെ മമ്മൂട്ടിക്ക് ലഭിക്കണം. 15 കോടിയും വിദേശ റൈറ്റും എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 25 കോടി വരും. എന്നാൽ മമ്മൂട്ടിയെ വെച്ചെടുത്താൽ അത്ര മിനിമം ഗ്യാരണ്ടിയില്ല. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി കമ്പനി തന്നെ മമ്മൂട്ടിയുടെ ചിത്രം നിർമ്മിക്കും. കിട്ടിയാൽ കിട്ടി, പൊട്ടിയാൽ പൊട്ടി. അതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ. 1 മാസം അഭിനയിക്കുന്ന സമയം, അതുമാത്രമല്ലേ ഇതിൽ റിസ്ക് ചെയ്യേണ്ടൂ. 100 കോടി ക്ലബും തള്ളുമൊക്കെയാണ് മറ്റൊരു വിഷയം. ഇവിടെയാണ് സുരേഷ് കുമാർ എന്ന നിർമ്മാതാവിനെ ആന്റണി പെരുമ്പാവൂർ എടുത്തിട്ടലക്കുന്നത്.
100 കോടി രൂപയിൽ എത്ര രൂപ നിർമ്മാതാവിന് കിട്ടുന്നുവെന്നതാണ് ഇവിടെ കാര്യപ്രസക്തമായ ചോദ്യം. 100 കോടി എന്ന് പറയുന്നത് ഗ്രോസ് കളക്ഷൻ മാത്രമാണ്. അതിൽ 22 ലക്ഷം രൂപ ടാക്സിനത്തിലങ്ങ് പോകും. പോയിട്ടുള്ള 78 കോടി 45% എക്സിബിറ്റേഴ്സിനുള്ളതാണ്, അതായത് സിനിമാശാലകൾക്ക്. 45% എന്ന് പറയുന്നത് 35 ലക്ഷം രൂപ. പിന്നെ ബാക്കി വരുന്ന 42 കോടി മാത്രമാണ് നിർമ്മാതാവിന് ലഭിക്കുക. 10, 50, 100 കോടിയൊക്കെ മുടക്കി 100 കോടി ക്ലബിൽ കയറി എന്ന് പറയുന്ന നിർമ്മാതാവിൻ്റെ കയ്യിലെത്തുന്നത് 42. അതിൽ നിർമ്മാണ ചെലവുണ്ട്. ലാഭത്തിൽ ഇൻകം ടാക്സ് ഉൾപ്പെടെ അവർ അടയ്ക്കുകയും ചെയ്യണം. സ്വന്തമായി ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയില്ലെങ്കിൽ ഈ പണത്തിൽ നിന്ന് 10% വേറെ ഡിസ്ട്രിബ്യൂട്ടർക്കും പോകും. ചുരുക്കത്തിൽ നിർമ്മാതാവിന് കാര്യങ്ങൾ അത്ര ഭദ്രമല്ല എന്ന് വ്യക്തം. ഒരുപാട് നിർമ്മാതാക്കൾ ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് സുരേഷ് കുമാർ പറയുന്നത് വെറുതെയല്ല. OTT സാറ്റലൈറ്റ് സംവിധാനങ്ങളൊക്കെ ഇന്ന് ചിലരുടെ കുത്തകയാണ്. അതൊക്കെ വെച്ച് കച്ചവടം ചെയ്യുന്ന ഇടനിലക്കാരുണ്ട്. അവരൊക്കെ ഇപ്പോഴത്തെ സിനിമാ കോക്കസിന്റെ ഭാഗമാണ്. പുതുതായി ഒരു നിർമ്മാതാവ് വന്നാൽ അവനെ കുത്തുപാളയെടുപ്പിക്കും എന്നല്ലാതെ നിർമ്മാതാവിന് ഒരുവിധ മെച്ചവും ലഭിക്കില്ല. മലയാളത്തിലെ നടന്മാർക്ക് വല്ലാത്തൊരു സ്വഭാവമുണ്ട്. ഏതെങ്കിലും ഒരു നിർമ്മാതാവ് വന്ന് ഡേറ്റ് ചോദിച്ചാൽ അവർ നേരിട്ട് ഡേറ്റ് കൊടുക്കില്ല. അവരുടെ പിന്നാലെ നടക്കുമ്പോൾ ഒരു ഓഫർ മുന്നോട്ട് വയ്ക്കും. എങ്കിൽ ഞാനും കൂടി നിർമ്മാണത്തിൽ പങ്കാളിയാകാം. അങ്ങനെ ചാക്കിൽ പണവുമായി വരുന്ന നിർമ്മാതാവിനെ നടന്മാർ സഹനിർമ്മാതാവാക്കി സിനിമ നിർമ്മാണ കമ്പനിയിലേക്ക് കടക്കുന്നു. പൃഥ്വിരാജും ഫഹദ് ഫാസിലും മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ സ്വന്തം സിനിമാ കമ്പനിയുമായി അങ്ങനെ മുന്നോട്ട് പോകുന്നു. എന്തിനേറെ മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാണത്തിൽ പോലും കോടികളമക്കിയ കഥകൾ നമ്മൾ കേട്ടതല്ലേ. നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും എക്സിബിറ്റേഴ്സിന്റെയും ഫെബ്കയുടെയും സംയുക്ത യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു സുരേഷ് കുമാർ. മലയാള സിനിമ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നുവെന്ന് സുരേഷ് കുമാർ പറഞ്ഞത് കണക്കുകളുടെ പച്ചയായ അടിസ്ഥാനത്തിൽ തന്നെ. 200 സിനിമകൾ ഇക്കഴിഞ്ഞ വർഷം ഇറങ്ങിയതിൽ 24 സിനിമകൾ മാത്രമാണ് ഓടിയത് എന്ന് സുരേഷ് കുമാർ തുറന്നടിച്ചു. വിജയം വെറും 12% മാത്രം. കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ടാണ് 10%-ൽ നിന്ന് 12%-ലേക്ക് എത്തിയത്. എങ്കിൽ കൂടിയും 176 സിനിമകൾ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. അതുണ്ടാക്കിയ നഷ്ടം 650 കോടി മുതൽ 750 കോടിക്ക് മുകളിലാണ്. പല നിർമ്മാതാക്കളും നാടുവിട്ടു പോകേണ്ട ഗതികേടിലാണ് എന്ന് സുരേഷ് കുമാർ തുറന്നടിച്ചു. 2025 ജനുവരി മാസത്തിൽ മാത്രം 110 കോടിയുടെ നഷ്ടം. ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇൻഡസ്ട്രി തകർന്ന് തരിപ്പണമാകുമെന്നാണ് സുരേഷ് കുമാർ തുറന്നടിച്ചത്. ഒരു രീതിയിലും ഒരു നിർമ്മാതാവിന് സിനിമയെടുക്കാൻ പറ്റാത്ത അവസ്ഥ. പ്രൊഡക്ഷൻ കോസ്റ്റ് ക്രമാതീതമായി വർദ്ധിച്ചു. ആർട്ടിസ്റ്റുകളുടെ പ്രതിഫലം ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറം. ഏറ്റവും വലിയ പ്രശ്നം ആർട്ടിസ്റ്റുകളുടെ പ്രതിഫലമാണ്. ഇതൊരു ഭീകരാവസ്ഥയാണ് എന്ന് സുരേഷ് കുമാർ തുറന്നടിച്ചു. ഇവരൊക്കെ വാങ്ങുന്ന പ്രതിഫലം മലയാള സിനിമയ്ക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഇവർക്കൊന്നും യാതൊരുവിധ പ്രതിബദ്ധതയുമില്ല എന്നും സുരേഷ് കുമാർ തുറന്നടിച്ചതോടെ സുരേഷ് കുമാറിന്റെ മകളെ വരെ എടുത്തു പറഞ്ഞുകൊണ്ട് ചില നടന്മാർ കളത്തിലിറങ്ങി. ജൂൺ 1 മുതൽ കേരളത്തിൽ സിനിമാ സമരം ഉണ്ടാകുമെന്നാണ് സുരേഷ് കുമാർ അറിയിച്ചത്. എമ്പുരാൻ പുറത്തിറങ്ങുന്ന സമയം. അതുകൊണ്ട് തന്നെ ആന്റണി പെരുമ്പാവൂരിന് കൊണ്ടു. ആന്റണി പെരുമ്പാവൂരിന്റെ കച്ചവടമടക്കം പൊളിഞ്ഞതിന്റെ കലിപ്പുമായി ആന്റണി പുറത്തിറങ്ങി. ഇതിനിടയിൽ സുരേഷ് കുമാറിന്റെ പഴയ അടുത്ത സുഹൃത്തായ മോഹൻലാൽ സുരേഷ് കുമാറിനെ വിളിച്ചു. സുരേഷ് കുമാർ ഫോണും എടുത്തില്ല. ലാലും സുരേഷ് കുമാറും തമ്മിലുള്ള പോര് ഇപ്പോൾ തിരുവനന്തപുരത്ത് വലിയ വാർത്തയാണ്. ഒരുപക്ഷെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഒരു പെഗ്ഗിൽ തീർക്കാനുള്ളതേ പ്രശ്നങ്ങളുള്ളൂ എന്നിവരുടെ ഉറ്റ സുഹൃത്തുക്കൾ പറയുന്നു. താരങ്ങളുടെ പ്രതിഫലം വെട്ടിക്കുറയ്ക്കാൻ നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടാൽ അവർ തയ്യാറാകുമോ? ഞങ്ങളെക്കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അഭിനയിപ്പിച്ചാൽ മതി എന്നതാണ് മിക്ക താരങ്ങളുടെയും നിലപാട്. അഹങ്കാരം തലയ്ക്ക് പിടിച്ച മലയാള സിനിമയിലെ താരങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് നിർമ്മാതാക്കൾ. മിക്കവർക്കും സെറ്റിൽ വന്നാൽ സ്വന്തമായി കാരവൻ വേണം. സഹ നടീനടന്മാരെയൊന്നും അവരതിൽ കയറ്റില്ല. അവരുടെ സ്വകാര്യ ഇടമാണ് ഇത്തരം കാരവനുകൾ. അവിടെ കാട്ടിക്കൂട്ടുന്ന വിക്രിയകളൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ വായിച്ചതാണ്. അതിലും അപ്പുറത്താണ് ഇപ്പോൾ കാര്യങ്ങൾ. അഭിനേതാക്കൾ പ്രതിഫലം കുറച്ചില്ലെങ്കിൽ സിനിമാ നിർമ്മാണം നിർത്തിവെക്കുമെന്ന സുരേഷ് കുമാറിന്റെ പ്രഖ്യാപനം ഇതെത്രത്തോളം നടപ്പിലാക്കാൻ കഴിയും എന്ന് തിരികെ ചോദിക്കുകയാണ് ആന്റണി പെരുമ്പാവൂർ. ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും തമ്മിൽ നേർക്കുനേർ വെല്ലുവിളിക്കുമ്പോൾ സുരേഷ് കുമാർ തിരിച്ചടിച്ചു. ആന്റണി സിനിമ കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ നിർമ്മാണം തുടങ്ങിയതാണ്. താരങ്ങളാണ് സിനിമയ്ക്ക് നഷ്ടമുണ്ടാക്കുന്നത് എന്ന് പറയുന്നത് സത്യവിരുദ്ധമായ കാര്യമെന്നാണ് ജയൻ ചേർത്തലയെ പോലുള്ള നടന്മാർ പറയുന്നത്. എന്നാൽ ജയൻ ചേർത്തലയ്ക്ക് മറുപടി കൊടുത്ത് അവനെ വലുതാക്കേണ്ട എന്ന് സിനിമാ നിർമ്മാതാക്കൾ.
പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ടാക്കിയ കടം തീർക്കാൻ അംബാൻ സംഘടനയാണ് പണം നൽകിയത് എന്ന പച്ചക്കള്ളം പോലും ജയൻ ചേർത്തല വിളമ്പി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കെട്ടിടം പണിയുമായി ബന്ധപ്പെട്ട വിഷയം. ഇതിൽ അമ്മ സംഘടിപ്പിച്ച ഒരു ഷോ. ഇതിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മയും തമ്മിൽ ഒരു ധാരണ പ്രകാരമാണ് പണം ഇരുവരും തമ്മിൽ വീതം വെച്ചത്. അതിൻ്റെ പേരിൽ ഇത്തരം ചീഞ്ഞ കണക്കുകൾ പറയുന്നത് നടന്മാർക്ക് ഭൂഷണമല്ല. നാഥനില്ല കളരിയാണ് അമ്മ എന്ന സംഘടനയെന്ന് സുരേഷ് കുമാർ അടക്കമുള്ളവർ പരിഹസിക്കുമ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെ പ്രതിരോധിക്കും? നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി ഇപ്പോൾ സുരേഷ് കുമാർ രംഗത്തിറങ്ങി. സമരനിർണയം ഒരാളുടെ മാത്രം തീരുമാനമല്ലെന്നും സംഘടനകളുടെ കൂട്ടായ തീരുമാനമാണിതെന്നും സുരേഷ് കുമാർ വ്യക്തമാക്കി. ആന്റണി സംഘടനാ യോഗങ്ങളിൽ പങ്കെടുക്കാറില്ല. ഇതുമായി ബന്ധപ്പെട്ട മിനിറ്റുകൾ പരിശോധിച്ചാൽ ഇത് മനസ്സിലാക്കും. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേതാവ് ആന്റോ ജോസഫ് ഇപ്പോൾ അവധിയിലാണ്. വൈസ് പ്രസിഡന്റുമാരായ സുരേഷ് കുമാറും സിയാദ് കോക്കറുമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് സുരേഷ് കുമാർ ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപനത്തിന് തയ്യാറായതും. അതിന്റെ പേരിൽ സുരേഷ് കുമാറിന്റെ തലയിൽ കയറി നിരങ്ങേണ്ട എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പരസ്യമായ നിലപാട്. സിനിമാ സംഘടനകളിൽ ഇപ്പോൾ പോര് രൂക്ഷമാകുന്നു. മുമ്പൊന്നും ഇല്ലാത്ത വിധം സംഘടനയിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം ചേരിതിരിഞ്ഞ് പോർ വിളിക്കുന്നു. ഇവിടെ ധർമ്മസങ്കടത്തിലാവുന്നത് മോഹൻലാലിനെ പോലെയുള്ള നടന്മാർ തന്നെയാണ്. ഒരു കാലത്ത് തിരുവനന്തപുരത്തെ സിനിമാ കമ്പനിയൊക്കെ മോഹൻലാലിന് ഏറെ ഇഷ്ടപ്പെട്ട സങ്കേതങ്ങളായിരുന്നു. എല്ലാം പൊളിച്ചടുക്കി. ആന്റണി പെരുമ്പാവൂരിനെ പോലെയുള്ള സ്വാർത്ഥന്മാർ എല്ലാം പൊളിച്ചടുക്കിയെന്നാണ് സുരേഷ് കുമാറിനെ പോലെയുള്ളവർ വിശ്വസിക്കുന്നത്. നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ അടക്കമുള്ളവർ സുരേഷ് കുമാറിന് പിന്തുണയുമായി രംഗത്തെത്തിയതോടെ ആന്റണി പെരുമ്പാവൂർ തികച്ചും ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ്. നടന്മാരെ കൂടെ കൂട്ടി എങ്ങനെയെങ്കിലും ഇതിനെ പ്രതിരോധിക്കുക എന്ന തന്ത്രമാണിപ്പോൾ ആന്റണി പയറ്റുന്നത്. പൃഥ്വിരാജും ഒരുപിടി നടന്മാരും ആന്റണി പെരുമ്പാവൂരിന് പിന്തുണയുമായി രംഗത്തെത്തി. ടൊവിനോ തോമസ് വളരെ മ്ലേച്ഛമായ ഭാഷയിലാണ് തന്റെ വിമർശനങ്ങൾ ഉയർത്തിയത്. ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യം ഷെയർ ചെയ്തത് പൃഥ്വിരാജ് എന്ന സംവിധായകനും നടനും. പൃഥ്വിരാജിന് അത് ഷെയർ ചെയ്യേണ്ട ബാധ്യതയുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ പൃഥ്വി ഈ വിഷയത്തിൽ ആകെ നാറിക്കുളമായി. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് പച്ചയ്ക്ക് പറഞ്ഞിരുന്നു, OTT പ്ലാറ്റ്ഫോമുകാരൊക്കെ ഇപ്പോൾ നിങ്ങളുടെ പിറകെ പണവുമായി വരും. അവർ തങ്ങളുടെ പ്ലാറ്റ്ഫോം എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ ഈ പടങ്ങളുമായി നിങ്ങൾ അവർക്ക് പിന്നാലെ ചെല്ലുന്ന കാലം വരും. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പണ്ടൊക്കെ OTTയിൽ നിന്ന് നല്ല തുക ലഭിക്കുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ പൊളിഞ്ഞു. തിയേറ്ററുകളിൽ നല്ല നിലയിൽ ഓടിയാൽ മാത്രമേ OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് നല്ല വിലയ്ക്ക് അവർ വാങ്ങാനെത്തൂ. OTT മുന്നിൽ കണ്ട് മലയാള സിനിമയിലെ നടന്മാർ തന്നെയാണ് ചറപറ സിനിമാ നിർമ്മാണവുമായി കളത്തിലിറങ്ങി OTT അടപടലം തകർത്ത് മുടിച്ചത്. അതിപ്പോൾ നിർമ്മാതാക്കൾക്കൊക്കെ വലിയ പാരയായി മാറിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു പടമൊന്ന് വിജയിച്ചാൽ സിനിമ സംവിധായകൻ പോലും തൊട്ടടുത്ത പടം സംവിധാനം ചെയ്യുന്നതിന് ബെൻസ് അടക്കമുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസറോട് ചോദിക്കുന്ന അവസ്ഥ. പണ്ടൊക്കെ പ്രൊഡ്യൂസർ തന്നെയായിരുന്നു ഒരു സിനിമയുടെ എല്ലാം. എന്നാൽ ഇപ്പോൾ നടന്മാർ പ്രൊഡ്യൂസർമാരാകുന്നു, അവർ സംവിധായകരാകുന്നു. സിനിമയെ തങ്ങളുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടി അവർ കുലം മുടിക്കുമെന്നാണ് നിർമ്മാതാക്കളുടെ പരിദേവനം. മലയാള സിനിമാ ലോകത്തെ ഈ ഭൂകമ്പം ഏതൊക്കെ തലങ്ങളിലേക്ക് ഇനി വ്യാപിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും സംഭവം അടിപൊളി തന്നെ. ഇതൊന്ന് കലങ്ങിത്തെളിഞ്ഞിരുന്നു എങ്കിൽ എന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു. മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ അടപടലം പെട്ടു നിൽക്കുന്ന കാഴ്ച. ഇനി ഈ പൂരം അതൊന്ന് പൂരം കലക്കുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.